ഇന്ന് നമുക്ക് അത്യാവശ്യം ഒരു ഗ്രേവിയും ചാറും എല്ലാം കൂടിയുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മത്തിക്കറി ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വന്നപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 5-8 ചുള വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണേ. ഒന്ന് വഴന്നു വന്നപ്പോൾ അതിലേക്ക് ഒരു സവോള കട്ടി കുറച്ചൊന്ന് സ്ലൈസാക്കി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു ശകല ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്, പൊടിയുപ്പ് ചേർത്താലും മതി കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി ആയിരുന്നു കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 ചുള കൊടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തോട് കൂടി അങ്ങ് ഒഴിക്കുവാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്കിതിലേക്ക് ശകലം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഉപ്പ് ആവശ്യം വരും. ഇനി മൂടി വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി 2ആയിട്ട് മുറിച്ച് വെച്ചേക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം. മത്തി ചേർത്ത് കൊടുത്തപാടെ നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. മത്തി മുറിഞ്ഞു പോകുമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. എന്നാൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇങ്ങനെ ചട്ടി ഇങ്ങനെ കറക്കി എടുക്കാനേ പാടുള്ളൂ. തവിയിട്ട് ഇളക്കിയാലും മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി റെഡി ആവുന്നതാണ് കേട്ടോ.